അതേപോലെ ആൺകുട്ടികളുടെ കാര്യത്തിലാണ്, ഈ ആൺകുട്ടികളുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തുന്നു. ഇത് നമ്മൾ കുറച്ചാൾ മുമ്പ് ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സന്ദർഭത്തിൽ കുട്ടികളെ തിരുത്തേണ്ടത് നമ്മളാണ്. ഇപ്പൊ എക്സാം തീർച്ചയായിട്ടും എഴുതണം. കോളേജുകളിലായാലും എവിടെയായാലും കുട്ടികളെ പരമാവധി എക്സാം എഴുതിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. സ്വാതന്ത്ര്യം കുട്ടികൾക്ക് വേണം. ചെറിയ കുട്ടികളടക്കം സ്വാതന്ത്ര്യമാണ് പറയണത്. ആദ്യത്തെ വാക്ക് അവർ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവൻ്റെ മേലെ ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിന് വഴിവെക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യമല്ലല്ലോ. സിലബസിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് അധ്യാപകർ ഇനി ചെയ്യേണ്ടത്. ചില കാര്യങ്ങൾ സിലബസിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കി അവരുടെ തിന്മകളെ അവരിൽ നിന്ന് എടുത്തു കളയാനായിട്ടുള്ളൊരു വിദ്യാഭ്യാസം, അത്തരത്തിലുള്ള രീതി വേണ്ടതാണ്. രാവിലെ 9 മുതൽ 4:30 വരെ ക്ലാസ് അല്ലേ. ഈ സമയത്ത് എപ്പോഴാണ് കുട്ടികൾക്കും മടുക്കുകയും ചെയ്യും, അധ്യാപകർക്കും മടുക്കുകയും ചെയ്യും. അധ്യാപകർ 4:30 ആയി കഴിഞ്ഞാൽ വീട്ടിൽ പോവാണ്. കുട്ടികളിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള റിജക്ഷൻ എന്നൊരു സംഭവം അവർക്ക് പറ്റില്ല. അതുപോലെ തോൽവി, ക്രിറ്റിസിസം. നമുക്ക് നല്ലൊരു ഹെൽത്തി ക്രിറ്റിസിസം ഉണ്ടാക്കിക്കൂടെ ഇവരുടെ ഇടയിലേക്ക്? എല്ലാവരും ജയിക്കാണ്, ജയിച്ച് പോവുകയാണ്. സത്യത്തിൽ ഇവർ ജയിക്കുകയാണോ അതോ തോൽക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഇവിടെ. പക്ഷെ ആ സിസ്റ്റം ഇപ്പം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ മുഴുവൻ നടുക്കിയ സംഭവമാണ് ഷഹബാസിൻ്റെ കൊലപാതകം. ഒരാഴ്ച കഴിഞ്ഞിട്ടും നമ്മളാരും ആ സങ്കടത്തിൽ നിന്നും മുക്തരായിട്ടില്ല. എല്ലാ കാലത്തും നമ്മുടെ കുട്ടികൾ അടികൂടാറുണ്ട്, വഴക്കടിക്കാറുണ്ട്, കളിതമാശകൾ പറയാറുണ്ട്. പക്ഷേ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്നു എന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇതെന്തു പറ്റി? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് എഴുത്തുകാരനും കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറുമായ രാജേഷ് സാറാണ്. സർ, നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ മാസം ഫെബ്രുവരി 23-നാണ് കുട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടാവുന്നത്. താമരശ്ശേരി എളേറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ സെൻഡ് ഓഫ് പാർട്ടിയിൽ ഒരു ഡാൻസ് അവതരിപ്പിക്കുകയാണ്. അവതരണത്തിനിടെ പാട്ട് നിന്നു പോകുന്നു. തുടർന്ന് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൂവി വിളിക്കുന്നു. പിന്നീട് ഇത് പറഞ്ഞ് സംഘർഷമുണ്ടാവുന്നു. എല്ലാ കാലത്തും മാഷെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ അത് ഒരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. മാഷയ്ക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന്, കോവിഡിന് ശേഷം 2020 ശേഷം പൊതുവെ ലോകമെമ്പാടുമുള്ള സാംസ്കാരിക അവസ്ഥകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ വരുന്ന ഈ കുട്ടികൾ പൊതുവെ ഒരു തരത്തിൽ അവനവൻ്റെ ആനന്ദം കണ്ടെത്തുന്ന രീതിയിലും അതേപോലെ അപരനെ മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനം അവരിൽ നിന്ന് പല ഭാഗത്തു നിന്ന് നമുക്ക് കാണുന്നുണ്ട്. പൊതുവെ കോളേജുകൾ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലാണ് അവർ കൊണ്ടാടുന്നത്. അവർക്ക് ക്ലാസ്സിലിരിക്കുക എന്നതിനപ്പുറം ക്ലാസ്സിലെ ഒരു DJ പാർട്ടിയിൽ കൂടുതൽ നേരം പങ്കെടുക്കുക, അത്തരം പരിപാടികളിലാണ് കോളേജിൽ കൂടുതൽ സമയം കുട്ടികൾ വന്നെത്തുന്ന ഒരവസ്ഥ. ഇത് പൊതുവെ എല്ലാ കോളേജിലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആഘോഷങ്ങൾ അമിതമാവുകയും മറ്റുള്ളവരുടെ മേലെ അതിക്രമം നടത്തുന്ന അവസ്ഥയിലേക്ക് ഒരു കൾച്ചർ ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ കൾച്ചർ രൂപപ്പെടുന്നതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ടാവും. ഒന്ന്, അണുകുടുംബത്തിൻ്റെ ഒരു വ്യാപനം. അണുകുടുംബത്തിൻ്റെ വ്യാപനം വഴി മാതാപിതാക്കൾക്ക് കുട്ടികളെ വേണ്ടത്ര നോക്കാനായിട്ട് പറ്റുന്നില്ല, അവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവരൊരുമിച്ച് വർത്തമാനം പറയാൻ പറ്റുന്നില്ല, അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക എന്ന ഒരു തരത്തിലേക്ക് മാതാപിതാക്കൾ മാറിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ പണം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അവരൊരുമിച്ച് സന്തോഷിക്കാനോ അവരുടെ വിഷയങ്ങൾ, അവരുടെ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനോ അവർക്ക് വേണ്ട വിധത്തിലുള്ള ഗൈഡൻസ് നൽകാനോ ഇന്ന് മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ കുടുംബത്തിൻ്റെ ഈ ഒരു വീഴ്ച, അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്ന പഴയ രീതിയിൽ നിന്നുള്ള കുടുംബത്തിൻ്റെ ഈ ട്രാൻസ്ഫോർമേഷനിൽ ഒരു തരത്തിൽ കുട്ടികൾ ഒരു തരത്തിൽ ആകുലരാണ്, അല്ലെങ്കിൽ അവർ ഒരു തരത്തിൽ അനാഥരാണെന്ന് പറയാം. അതായത് അവരെ വേണ്ട വിധത്തിൽ അവരെ പരിഗണിക്കുന്നില്ല. മറ്റൊന്ന്, കുട്ടികളിൽ വരുന്ന ഈ ടേസ്റ്റുകളെ, ഈ മാറി വരുന്ന അവരുടെ മനോഭാവങ്ങളെ മാതാപിതാക്കൾ അവരുടെ ഗുണദോഷങ്ങളിലൂടെ വിലയിരുത്തുന്നില്ല. ഇപ്പോൾ അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ തിരുത്തുന്നില്ല. പലപ്പോഴും 1-2 കുട്ടികളാണ് ഒരു കുടുംബത്തിലുള്ളത്. അതുകൊണ്ട് അവരെ ലാളിച്ചാണ് വളർത്തുന്നത്. അപ്പോൾ ആ ഒരു വിഷയം കുടുംബത്തിനകത്തുണ്ട്. മറ്റൊന്ന്,
നമ്മൾ സമൂഹത്തിൽ പണ്ടൊക്കെ വിദ്യാർത്ഥികളെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിൽ പല പരിപാടികളിലും പങ്കെടുക്കുന്നവരാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാംസ്കാരിക പരിപാടികളിലോ മറ്റുമൊന്നും തന്നെ അവരെ കിട്ടുന്നില്ല. അവരവരുടെ ആനന്ദം തേടിയുള്ള യാത്രകളിലാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നാട്ടുകാരുടെ വരെ ചോദ്യമായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നാട്ടുകാരും ഇതിൽ നിന്ന് ഇടപെടാതെ വരുന്നു. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, അല്ലെങ്കിൽ അവർ രാത്രി ഒരു കലിങ്കിലിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കടകളുടെ മുമ്പിലോ അവരിയ്ക്കുമ്പോൾ പണ്ട് കാലത്താണെങ്കിൽ നാട്ടുകാരെങ്കിലും വന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചിട്ട് അവരെ വീട്ടിലേക്ക് പറഞ്ഞുവിടും. ഇപ്പോൾ അത്തരം രീതികളില്ല. പലപ്പോഴും ഇവർ ഫോണിലാണ് ഇരിക്കുന്നത്. ഫോണിലിരിക്കുമ്പോൾ തന്നെ ഇവർ ആരോഗ്യമൊക്കെ ആയിട്ട് സംസാരിക്കും. പക്ഷേ ഈ ഫോണിൽ ഇരിക്കുന്നതിനപ്പുറം ഇവർ നടത്തുന്ന വ്യവഹാരങ്ങൾ എന്താണെന്ന് ഇന്നിപ്പോൾ കുടുംബത്തിനോ നാട്ടുകാർക്കോ മനസ്സിലാവാത്ത ഒരവസ്ഥ ഉണ്ട്. അതേപോലെ ആൺകുട്ടികളുടെ കാര്യത്തിലാണ്. ഈ ആൺകുട്ടികളുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തുന്നു. ഇത് നമ്മൾ കുറച്ചാൾ മുമ്പ് ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. അത് നമ്മൾ കണ്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. കാണാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് വീഡിയോ ആയിട്ടില്ല. കാരണം അധ്യാപകർ ഇതൊന്നും വീഡിയോ ആക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലോ. കാരണം അവർക്കെതിരെ പറയണത് അവരെന്തിനാ വീഡിയോ ആക്കണത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. ഞാൻ ചോദിക്കട്ടെ മാഷേ, അങ്ങനെയാണെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അത് പ്രചരിപ്പിച്ചത് തെറ്റല്ലേ? അന്നത്തെ വീഡിയോ അതിനകത്ത് അങ്ങനെ ഒരു വശം കൂടി ഉണ്ട്. കാരണം അത് പക്ഷെ അവര് തന്നെ പറഞ്ഞല്ലോ, അധ്യാപകനല്ല അത് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞു. അത് അധ്യാപകൻ അത് ആ മാതാപിതാവിനാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അത് നമ്മളത് പിന്നീട് വാർത്ത വന്നത് അങ്ങനെയാണ്. അപ്പോൾ അധ്യാപകന്റെ കയ്യിൽ നിന്നല്ല അത് പുറത്തു പോയത്. അത് പോയത് ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെയാണ് പിന്നീട് അത് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അധ്യാപകൻ ഒരിക്കലും അത് പ്രചരിപ്പിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അത് തെറ്റാണ്. കാരണം ഇത് നമ്മൾ കുട്ടിയെ തിരുത്താൻ വേണ്ടി നടത്തുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടി ഒരു കുറ്റവാളിയല്ല, കുട്ടിയാണ്. ഇപ്പോൾ കുറ്റം ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതിന് കാരണം നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ ആയിക്കൂടെ? വിദ്യാഭ്യാസത്തിൽ മാറ്റം വരേണ്ടേ? കുട്ടി ഒരു സോഷ്യൽ പ്രൊഡക്റ്റ് ആണെന്നുള്ള ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ടതല്ലേ? നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ ഈ സിലബസിന്റെ പ്രശ്നം പറയുന്നു. പക്ഷേ അതൊന്ന് മാറ്റാലോ. സിലബസ്, ഞാനും ഒരു ടീച്ചറാണ്. സിലബസ് പോർഷൻ എനിക്കിപ്പോ സിലബസിൽ കാണുന്ന ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒന്ന് ഈ പറഞ്ഞ പോലെ ഇതിന്റെ കണ്ടന്റ് കൂടി അതിന്റെ ഒരു ഭാരം കുട്ടികളിലുണ്ട്. ഇത്ര കണ്ടന്റ് ആവശ്യമില്ലാത്തതാണ് എന്ന് തോന്നാറുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും മാനദണ്ഡം വെച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ബോർഡുകൾ ഈ കണ്ടന്റ് ഇത്രയും വലിപ്പം വരുത്തുന്നത്. കാരണം നമ്മൾ അപ്ഡേറ്റ് ആവണം എന്ന് വെച്ചിട്ട് ഏറ്റവും പുതിയതായ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ നമ്മുടെ സിലബസിലേക്ക് കുത്തി നിറക്കുകയാണ് ചെയ്യുന്നത്. ഇത് മൂലം ഇത് നേരാവണ്ണം പഠിപ്പിക്കാൻ അധ്യാപകനോ ഇത് നേരാവണ്ണം പഠിക്കാൻ കുട്ടികൾക്കോ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതേപോലെ സാഹിത്യാസ്വാദനം എന്ന് പറയുന്നത്, നമ്മൾ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്നത് ഒരു തരത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ കഥകളിലൂടെയും കവിതകളിലൂടെയും നോവലുകളിലൂടെയും ഒക്കെ ഒരു തരത്തിൽ അപരനെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കുട്ടിയെ കൊണ്ടുപോകണം. അതായത് ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ഒരു സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് കോളേജ് ലെവലിലൊക്കെ അത് പോയിട്ടുണ്ട്. അത് സ്കൂൾ കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ നമ്മളിലേക്ക് വരും. പക്ഷേ കുറേ സാധിക്കും. എല്ലാ കുട്ടികളും അങ്ങനെ ആവണമെന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഏറെക്കുറെ കുട്ടികളും അവരുടെ ആ മനസ്സിൽ നിന്ന് വിട്ടിട്ട് നമ്മളുടെ അടുത്തേക്ക് എത്താറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം എന്നെ ഒരു വിദ്യാർത്ഥി, ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി വിളിക്കുകയുണ്ടായി. അവൻ്റെ എക്സാം സമയത്ത് കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ ഡീബാർ ചെയ്യുകയാണ്. പിന്നീട് ഒരുപാട് നൂലാമാലകൾക്ക് ശേഷമാണ് അവൻ എക്സാം എഴുതാൻ പറ്റുന്നത്. അവൻ എന്നെ വിളിച്ച് ചോദിച്ച ഒരു ചോദ്യം ഇതേ ഉള്ളൂ: ടീച്ചറെ, ഞാനൊരു കോപ്പി അടിച്ചു, ഒരു തുണ്ട് വെച്ചു, എനിക്കത് തെറ്റാണെന്നറിയാം, പക്ഷേ എന്നിട്ട് എന്നെ ഡീബാർ ചെയ്തു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്രിമിനൽസിനെ എക്സാം എഴുതിക്കുന്നത്? ഇതിനകത്ത് ഇതെല്ലാം നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണെങ്കിലും ഇതിൻ്റെ നിലവിലുള്ള നിയമം പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മാൽ പ്രാക്ടീസ് നടത്തി കഴിഞ്ഞാൽ മാത്രമേ അവരെ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ ഇത് ഇങ്ങനെ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളിലും മറ്റുമൊക്കെ പെട്ടുകഴിഞ്ഞാലും
അങ്ങനെയുള്ള കുട്ടികളെ അവരുടെ ഒരു ബാലാവകാശം എന്ന രീതിയിലോ മറ്റോ അത് എഴുതിക്കണം എന്നുള്ളതാണ് നിലവിലുള്ള നിയമം നമ്മുടെ ജുഡീഷ്യറി പറയുന്നത്. അപ്പൊ ആ നിയമത്തിന് നമ്മൾ നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു നീതികേട് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മള് സമീപിക്കുമ്പോൾ പക്ഷെ ഒരു വർഷമെങ്കിലും കാത്തിരിക്കായിരുന്നില്ല പക്ഷെ ഒരു വർഷത്തേക്ക് കഴിഞ്ഞിട്ട് എക്സാം എഴുതിക്കായിരുന്നില്ലേ? ഷഹബാസിന്റെ അച്ഛൻ തന്നെ അങ്ങനെ പറയുന്നത്. ആ ഒരു വിഷയം നമുക്കും ഉണ്ട്. അത് അങ്ങനെ ഒരു അച്ഛന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഇതിനെ മാറി നോക്കുമ്പോൾ ആ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അവരെ പരീക്ഷ എഴുതിച്ച് അവരുടെ ജീവിതം ഒരു തരത്തിൽ നേരെ പോകുന്ന തരത്തിൽ, ഒരു തരത്തിലുള്ള ബ്രേക്ക് ഇല്ലാത്ത തരത്തിൽ പോകുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ പോകുന്നു എന്നുള്ളൊരു പ്രതീതി സ്വാഭാവികമായി സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. അപ്പൊ ഈ നിയമം ഒരു തരത്തിൽ വേണമെങ്കിൽ ഒന്ന് പുനഃപരിശോധിക്കാവുന്നതാണ്. ഇത് ഈ ഒരു സന്ദർഭത്തില് തിരുത്തേണ്ടതാണ്. ഇപ്പൊ എക്സാം തീർച്ചയായിട്ടും എഴുതണം. കോളേജുകളിലായാലും എവിടെയായാലും കുട്ടികളെ പരമാവധി എക്സാം എഴുതിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിന് ശിക്ഷ അവർക്ക് കൊടുക്കണം. അതോടൊപ്പം അവരുടെ ഭാവി നമ്മളത് സുരക്ഷിതമാക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇങ്ങനെ അവരെ സ്വാഭാവികമായിട്ട് എക്സാം എഴുതിയപ്പോൾ ഇതുവഴി വരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇതൊന്നും യാതൊരു കുഴപ്പമില്ല എന്നുള്ളൊരു തരത്തിലുള്ള സന്ദേശമുണ്ട്. അതായത് ഒരാളെ ഈ പറഞ്ഞ പോലെ സഹപ്രവർത്തകനെ സഹപാഠിയെ ഇതേപോലെ കൊലപ്പെടുത്തിയിട്ടും അതിലൊരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ വന്നത്. എന്നിട്ടും ഇവർക്ക് പരീക്ഷ എഴുതാം, ഇവർക്ക് ജയിക്കാം, ഇവർക്ക് കോടതി ശിക്ഷാവിധികളെ നേരിടാം എന്നൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള രീതി വരുന്നുണ്ട്. അതിലൊന്ന് ഒരു പുനഃപരിശോധന ആവശ്യമാണ്. അത് സ്കൂളുകൾ അതിന് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതേപോലെ വീടുകൾ ഈ പറഞ്ഞ പോലെ കുട്ടികളെ വളർത്തുന്നതോടൊപ്പം അവരെ നേർവഴിക്ക് നടത്തുക എന്നുള്ള തരത്തിലുള്ള ഒരു ശിക്ഷണ രീതികൾ വീടിൻ്റെ അകത്തും വേണം. വീടിൻ്റെ അകത്ത് വേണം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ച് അതിനെ തിരുത്തുന്ന തരത്തിലുള്ള രീതികൾ വേണം എന്നുള്ളതാണ്. അല്ലാതെ പഴയ രീതിയിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ചർച്ച വന്നല്ലോ, വടി കൊടുക്കൂ, അധ്യാപകന് നഷ്ടപ്പെട്ട വടി തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞല്ലോ. അതിനോട് എനിക്ക് അത്ര ചായ്വില്ല. കാരണം അത് വടി കൊടുത്തു കഴിഞ്ഞാൽ ഇനി കാര്യമില്ല. അത് ചെറിയ കുട്ടികൾക്ക് പോലും നമ്മൾ വടി വെച്ച് അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം വടി അങ്ങനെയുള്ള ഒരു രീതിയായിട്ട് നമ്മൾ കാണരുത്. പക്ഷെ അവർക്കുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പണ്ട് ഇമ്പോസിഷൻ എഴുതുന്നത് ഒരു ശിക്ഷയായിരുന്നു, പഠിക്കാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെ അപ്പൊ ക്ലാസ്സിന് പുറത്ത് ബെഞ്ചിന്റെ മേലെ നിർത്തുന്നതൊക്കെ ഒരു ശിക്ഷയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ ശിക്ഷ അതിൽ മാനസിക പരിവർത്തനം ഉണ്ടാക്കണം. ഒരു ശിക്ഷ എന്നത് മാനസിക പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുട്ടികളിൽ അത്തരത്തിലുള്ള ഒരു ശിക്ഷകൾ, ചെറിയ ശിക്ഷകളെങ്കിലും കൊടുത്ത് അത് അവരിൽ മാറ്റം ഉണ്ടാക്കണം, ഗുണപരമായ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ശിക്ഷ. ആ രീതിയിൽ നമ്മളുടെ സ്കൂൾ അന്തരീക്ഷം മാറണം. പറഞ്ഞല്ലോ ബോധവൽക്കരണ ക്ലാസ്, വായന, ഇതൊക്കെ കൂടണമെന്ന്. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ അതിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട്. ആ ക്ലാസ് കഴിഞ്ഞു, കുട്ടികൾ അത് വിട്ടു. അതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കൂടുതൽ? ഇതൊരു തുടർ പ്രക്രിയയാണ്. നമ്മളിപ്പോ ഇങ്ങനെ ഇതിപ്പോ നമ്മൾ നവംബർ 1 മലയാള വാരം ആചരിക്കണ പോലെ ആവരുത്. കാരണം ഇതൊരു വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് വെക്കുക, അതോടുകൂടി ഇത് കഴിഞ്ഞു എന്നുള്ളതല്ല. ഇതിൻ്റെ തുടർ പ്രക്രിയയായിട്ട് ഇതിനെ മാറ്റണം. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ സിലബസുകളിൽ വേണം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ അത് വേണം. ഇപ്പം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇപ്പം ഒരു നാടകം പ്ലാൻ ചെയ്യുമ്പോൾ ആ നാടകത്തിലൂടെ ഇവർക്ക് കിട്ടുന്ന ഒരു ഐക്യമുണ്ട്. അപ്പൊ ഇതൊരു പ്രധാനമാണ്. അതേപോലെ ഇവരൊരു സേവനവാരം നടത്തുമ്പോൾ അല്ലെ, ഇവരൊരു NSSന്റെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു ഇതുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ ഇവരുടെ ഉള്ളിലെ ഹിംസയെ പുറത്തേക്ക് കളയുകയാണ് വേണ്ടത്. അതായത് കോമ്പറ്റീഷൻ ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് കൂടുതലും വേണ്ടത്. കാരണം കോമ്പറ്റീഷന്റെ സംഘർഷം ഒഴിവാക്കേണ്ടതുണ്ട്. കുട്ടികളുമായിട്ടുള്ള സംസാരം, അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക, അവരുടെ ഉള്ളിലെ സംഘർഷങ്ങളെ നമ്മളുടെ സംഭാഷണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെ പരിഹരിക്കുക. അങ്ങനെ അവരിൽ ഒരു മാനവികത, സർവ്വദേശീയത, അതേപോലെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവനെ അംഗീകരിക്കാനും മറ്റുള്ളവൻ തന്നെ പോലെയാണ് എന്ന് കാണാനും ഒക്കെയുള്ള സ്നേഹവും കരുതലും നന്മയും ഒക്കെ വളർത്തിയെടുക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ നമ്മളെല്ലാം പറയും എപ്പോഴും പുതുതലമുറകളാണ് പ്രശ്നമെന്ന്. അവര് പിന്നെ സിനിമ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ലഹരി. പക്ഷെ അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പക്ഷേ
ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ. ഉവ്വ് ഉവ്വ് ഉവ്വ്. നമുക്ക് ഈ 15 വയസ്സുള്ള ശരി, കുട്ടി ശരിയാ. ഉണ്ടാക്കുന്നതല്ല അല്ല അല്ല ഈ അല്ല. സിനിമ എന്ന് പറയുന്നത്. ഉവ്വ്. അത് ചെയ്യുന്നത് നമ്മൾ തന്നെയല്ലേ. അത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ മാത്രമായിട്ട് കുറ്റം പറഞ്ഞിട്ട് കുറ്റം പറയാൻ കാര്യമില്ല. പറ്റില്ല. കാരണം ഈ 15 വയസ്സുള്ള ഈ കുട്ടി ആരുടെ ലോകത്താണ് ജീവിക്കുന്നത്? ഈ പറഞ്ഞ പോലെ അവനേക്കാൾ എത്രയോ ഏജ് ആയ ആളുകളുടെ നിർമ്മിതിയിലാണ് ഇവന്റെ ജീവിക്കുന്നത്. ലോകം കുട്ടിക്കാലം പോകുന്നത്. പോകുന്നത് അപ്പൊ അതുകൊണ്ട് അപ്പൊ അവന്റെ ലോകത്തിന്റെ ഇരകളാണ് സത്യത്തിൽ കുട്ടികളെന്ന് നമുക്ക് കുട്ടികളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം. സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്വാധീന ശേഷിയുള്ള സമൂഹത്തിൽ വളരെയധികം സ്വാധീന ശേഷിയുള്ള ഒരു കലയാണ്. ആ സ്വാധീനശേഷി കുട്ടികളിൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഘടകങ്ങളുണ്ട്. പക്ഷെ അതുമാത്രമല്ല ഇത്തരത്തിലുള്ള വയലൻസുകൾക്ക് കാരണം എന്നുള്ളതാണ്. അതിന് മൊത്തത്തിലുള്ള സാംസ്കാരിക അവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. ഈ സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പാരൻറ്റ് വിളിച്ചു. അതായത് വീട്ടിലെ അച്ഛനും അമ്മയും കുട്ടിയും തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. കുട്ടി ഓൺ ദ സ്പോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചിങ് ബാഗ് അതിൽ പോയി കൈ ഇടിച്ചു കുറേ സമയം കരഞ്ഞു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് ചോദിക്കുന്നുണ്ട്, ടീച്ചർ എനിക്ക് പേടിയായി, കാരണം ഓൺ ദ സ്പോട്ട് ഈ കുട്ടി ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ അവന് സ്കൂളിൽ എങ്ങനെയായിരിക്കും. പക്ഷെ എൻ്റെ സംശയം ഇതല്ല മാഷേ, കുട്ടികൾ അപ്പം പ്രതികരിക്കുന്നു. പക്ഷെ ഇത്രയും കുട്ടികൾ ഒന്നിച്ച് കൂടിയാണ് ഈ തീരുമാനമെടുക്കുന്നത്. അതിലൊരു കുട്ടിക്ക് പോലും മാറി ചിന്തിക്കണമെന്ന് തോന്നിയില്ല. തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. കാരണം ഇതൊരു ഭൂരിപക്ഷ തീരുമാനത്തിന്റെ പുറത്ത് ചിലപ്പോൾ ചിലര് സമ്മതത്തോടുകൂടി നിൽക്കാം. നമുക്കത് അത്ര വ്യക്തതയില്ല. പക്ഷെ ഹീറോയിസത്തിന്റെ ഒരു വിഷയമുണ്ട്. ഒന്നിപ്പോ നമ്മളുടെ ക്യാമ്പസുകളൊക്കെ ഒരു തരത്തിൽ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഇപ്പൊ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇപ്പൊ ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങളും അവർ ഒരേ തരത്തിലുള്ള ചലനങ്ങളും അവരുടെ ശരീരഭാഷയൊക്കെ ചിലപ്പോ ഒരേ തരത്തിലൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഇന്ന് നമ്മൾ ക്യാമ്പസുകളിലും വിദ്യാർത്ഥികളിലും നമുക്ക് കാണാം. കാരണം ഇന്നിപ്പോ ആൺ പെൺ വ്യത്യാസം അവരുടെ ബോഡി ലാംഗ്വേജിലോ ഭാഷയിലോ വസ്ത്രത്തിലോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അത്ര ഒരു ചേഞ്ച് ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, അപ്പൊ ഈ ഒരു സന്ധിയിൽ ഒരു തരത്തില് നമ്മളുടെ ഈ പുരുഷാധിപത്യ സമൂഹം പിന്തുടർന്ന ഈ ആണത്തം, അതായത് വയലൻസിന്റെ ആണത്തം, ആ ആണത്തം അതിന്റെ ആവിഷ്കാരങ്ങൾ ഒരു തരത്തിലൂടെ നമ്മുടെ സിനിമകൾ നടത്തുന്നുണ്ട്. നമ്മുടെ മാസ് സിനിമകളൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ KGF പോലുള്ള, അല്ലെങ്കിൽ സൂപ്പർ ഹീറോസിന്റെ സിനിമകൾ, അല്ലെങ്കിൽ നമ്മളുടെ മമ്മൂട്ടി മോഹൻലാൽ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ. അപ്പൊ അതൊരു തരത്തിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹീറോയിസം ഈ ആണുങ്ങളുടെ, അതായത് ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ അക്രമത്തിന് ഒരു ഹീറോയിസം എന്ന രീതിയിൽ കാണുന്നുണ്ട്. അപ്പൊ അടിക്കടി തന്നെയാണ് പ്രധാനമെന്ന് അവര് കരുതുകയും, ഇതേപോലെ മാറി നിൽക്കുന്ന ആള്, ഇപ്പൊ ടീച്ചർ നേരത്തെ ചോദിച്ച പോലെ ഒരു ഗ്രൂപ്പിൽ ചിലപ്പോൾ മാറി നിന്ന ഒരാളുണ്ടെങ്കിലും അവൻ മാറി നിൽക്കുമ്പോൾ അവന്റെ ആണത്തത്തിന് ഒരു പ്രശ്നമായിട്ട് ചിലപ്പോൾ ഇവര് കൗണ്ടർ ചെയ്യുകയും അങ്ങനെ ചിലപ്പോൾ ഇവൻ ഇതിലേക്ക് വരികയും ചെയ്യുന്ന അവസ്ഥ വരാം. നഞ്ചക്കെന്ന ആയുധം അല്ലേ, അത് ആയോധന കലകളിൽ ഉപയോഗിക്കുന്നതാണ്. അത് കൈവശം വെക്കാനോ കൊണ്ടു നടക്കാനോ അധികാരമില്ല. അതുപോലെ തന്നെയാണ് പരിശീലകന് പരിശീലിപ്പിക്കുന്ന സമയത്ത് മാത്രമാണ് അത് ഉപയോഗിക്കാനുള്ള അധികാരം. എങ്ങനെയാണ് ഇത് കുട്ടികളുടെ കൈകളിൽ എത്തുന്നത്? ഇത് നമ്മൾ വാർത്തയിൽ നിന്ന് കണ്ടത്, ഈ കുട്ടിയുടെ അനിയൻ കരാട്ടെ പഠിക്കുന്നുണ്ട്, അനിയനിൽ നിന്നാണ് നഞ്ചക്ക് കിട്ടിയതെന്നാണ്. ഇവനിത് ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ വാർത്തയിൽ കണ്ടു. ഇത് നേരാവണ്ണം ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് തിരിച്ചടിക്കണ ഒരു ആയുധമാണ്. അപ്പൊ ഇത് ആ രീതിയിൽ കൃത്യമായിട്ട് ഇതിന്റെ പരിശീലനം യൂട്യൂബിൽ നിന്നോ മറ്റോ വിദ്യാർത്ഥി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇത് മറ്റ് വിദ്യാർത്ഥിയെ ഷഹബാസിനെ അടിച്ചപ്പോൾ അത് മരണത്തിലേക്ക് കലാശിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രയോഗം നടന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പൊ അത്രയ്ക്ക് ക്രൂരത ഈ ഒരു ആയുധത്തിനുണ്ട്. ഇത് സംഘടനം ഉണ്ടായ സമയത്ത് ഒരു വടിയെടുത്തോ ഒരു ഇഷ്ടിക എടുത്തോ അടിക്കുക എന്നുള്ളതിനപ്പുറം ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു ആയുധം കൊണ്ട് നടന്ന് ആ രീതിയിൽ തന്നെ അടിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഈ ആയുധം ഉപയോഗിച്ച് അടിക്കും എന്നുള്ളത് ഇവര് ഓഡിയോയിലൂടെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമോ മറ്റോ ഗ്രൂപ്പുകളിലൂടെ പറഞ്ഞു എന്നുള്ളതും ഇതിന്റെ ഒരു തീഷ്ണത, ഈ ഒരു വയലൻസിന്റെ തീഷ്ണതയാണ് വെളിവാക്കുന്നത്. ഇത് ഒരു തരത്തിലും നമ്മളുടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു തരത്തിലും വളരാൻ പറ്റാത്ത ഒന്നാണ്. അതാണ് കുറ്റം ആരോപിക്കുന്ന കുട്ടിയുടെ അച്ഛൻ TP വധക്കേസിൽ ഒരാളുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ കാണുകയുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ
കുട്ടികളുടെ മാതാപിതാക്കളും അത്തരത്തിൽ കുട്ടികളെ ശ്രദ്ധിക്കാതിരുന്നു എന്ന് തോന്നുന്നില്ലേ? ആ ഒരു ഇതിൽ നമുക്ക് അങ്ങനെ തോന്നാം. കാരണം മാതാപിതാക്കൾക്ക് വേണ്ട രീതിയിൽ ശ്രദ്ധ കുട്ടികളിൽ ഇല്ല എന്നുള്ളതും, അതുപോലെ മാതാപിതാക്കളുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അവർ മക്കളെ ശ്രദ്ധിക്കാണ്ടിരുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഇതിനകത്ത് കാണാം. ഇത് കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാനായിട്ട് ഇന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കുടുംബ സംവിധാനത്തിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ളത് നമുക്കറിയാം. കാരണം ഇന്നിപ്പോ എല്ലാവരും പറയുന്നത് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം കുട്ടികൾക്ക് വേണം. ചെറിയ കുട്ടികളടക്കം സ്വാതന്ത്ര്യമാണ് പറയണത്. ആദ്യത്തെ വാക്ക് അവർ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവന്റെ മേലെ ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിന് വഴിവെക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യമല്ലല്ലോ. അപ്പൊ ആ രീതിയിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടും അതേപോലെ അവരുടെ ശരിതെറ്റുകളെ കൃത്യമായി വേണ്ട വിധത്തിൽ അത് മനസ്സിലാക്കാനും തെറ്റുകൾ തിരുത്താനുമുള്ള ഒരു കടമ അല്ലെങ്കിൽ അത്തരം ഒരു പ്രവർത്തനം കുടുംബങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണം. അത് ഇവിടെ ഈ ഒരു കുടുംബങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾ ഏത് തരത്തിലാണ് ഈ വിദ്യാർത്ഥികളെ പരിചരിച്ചത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ ഒരു മണിക്കൂറെങ്കിലും കുട്ടികളുടെ കൂടെ ചെലവാക്കണം. അത് വേണം. അത് ഈ അതായത് സിലബസിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് അധ്യാപകർ ഇനി ചെയ്യേണ്ടത്. ചില കാര്യങ്ങൾ സിലബസിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ കുട്ടികളെ ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കി അവരുടെ തിന്മകളെ അവരിൽ നിന്ന് എടുത്തു കളയാനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം, അത്തരത്തിലുള്ള രീതി വേണ്ടതാണ്. പക്ഷെ നമ്മളുടെ ഇന്നത്തെ അവസ്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അധ്യാപകർ ഈ പറഞ്ഞ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. ഇപ്പൊ പ്ലസ് 2 പോലുള്ള ഇതാണെങ്കിൽ രാവിലെ 9 മുതൽ 4:30 വരെ ക്ലാസ് അല്ലേ. ഈ സമയത്ത് എപ്പോഴാണ് കുട്ടികൾക്ക് മടുക്കുകയും ചെയ്യും, അധ്യാപകർക്കും മടുക്കുകയും ചെയ്യും. അധ്യാപകർ 4:30 ആയി കഴിഞ്ഞാൽ വീട്ടിൽ പോവാണ്. അവർക്ക് കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേരെ നന്നാക്കാം. ഞാൻ അധ്യാപകർ ഒരുപക്ഷെ ഒരു ജോലി എന്നുള്ള നിലയിൽ അതിനെ കാണും. കുട്ടികൾക്ക് അത് കാണാൻ പറ്റില്ല. കുറച്ച് നേരമല്ലേ അവരുടെ ബ്രെയിൻ അതിനെ കാത്തിരിക്കുള്ളൂ. ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 2020 ശേഷം ഉണ്ടായ മാറ്റം ഞാൻ പറഞ്ഞല്ലോ. ആ മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇന്നിപ്പോ ഒരു കുട്ടിയുടെ ഒരു ശ്രദ്ധയുടെ ഒരു സമയമൊക്കെ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധിച്ചിരിക്കുന്നത് ഒരു 20 മിനിറ്റ് ആണെന്നൊക്കെയാണ് പറയണത്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും എന്നാണ് പറഞ്ഞത്. പണ്ടാണെങ്കിൽ അത് കൂടുതലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഈ റീലിന്റെ കാലമാണ്. കാരണം ഈ റീലിന്റെ വേഗതയിൽ നമ്മളുടെ മൈൻഡ് പോകുന്നില്ല. അപ്പൊ നമ്മള് ഒരു റീല് കാണുന്നത് നമുക്കറിയാം 30 സെക്കൻഡ് ഒക്കെയാണ്. ആ 30 സെക്കൻഡ് കൊണ്ട് എത്ര വിഷ്വലാണ് നമ്മുടെ മുമ്പിൽ വന്നു പോണത്. പക്ഷെ ക്ലാസ് അല്ലെങ്കിൽ ജീവിതം ഈ റീലിന്റെ വേഗതയിലല്ല, ടെക്നോളജിയുടെ വേഗതയല്ല നമ്മളുടെ ജീവിതം. കുട്ടികളിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള റിജക്ഷൻ എന്നൊരു സംഭവം അവർക്ക് പറ്റില്ല. അതുപോലെ തോൽവി, ക്രിറ്റിസിസം. നമുക്ക് നല്ലൊരു ഹെൽത്തി ക്രിറ്റിസിസം ഉണ്ടാക്കിക്കൂടെ ഇവരുടെ ഇടയിലേക്ക്? അങ്ങനെ നമുക്ക് സാധിക്കില്ലേ? അത് ശരിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു ഉപദേശമോ അല്ലെങ്കിൽ വിമർശനമോ ഒന്നും കുട്ടികൾക്ക് സാധിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത് വളരെ ശരിയായ ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അത് പക്ഷെ നമ്മള് പറയേണ്ടത് അതിലേക്ക് എത്തണം. നമ്മള് അത് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളുടെ വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിയെയോ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തരത്തിൽ അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയാതെ അത് നമ്മളെ മാറ്റി നിർത്തിയിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി അത് കുറെയൊക്കെ മനസ്സിലാക്കും. കൃത്യമായിട്ട് തെറ്റ് തിരുത്തിയേ പോവാൻ പറ്റുള്ളൂ. കാരണം സമൂഹത്തിൽ പറഞ്ഞ പോലെ എല്ലാവരും നന്മ ഉള്ളവരായിട്ട് മാത്രമല്ലല്ലോ ജീവിക്കണത്. ചിലപ്പോൾ തെറ്റിനോട് ആകർഷണം ചില ആളുകൾക്ക് കൂടുതലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് തിരുത്തി മാത്രം പോകണം. അങ്ങനെ തിരുത്തി പോകുമ്പോഴാണ് അത് ശരിയാവുള്ളൂ. ഇപ്പൊ ഇന്നത്തെ തലമുറ ഇപ്പൊ ഒരു കാര്യം ചോദിക്കുന്നു, അവര് മാതാപിതാക്കളോടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടോ ഒരു കാര്യം ചോദിക്കുന്നു, മാതാപിതാക്കൾ അപ്പം തന്നെ വാങ്ങിക്കൊടുക്കുകയാണ്. കാരണം അതെന്താണ്, ഒരു കുട്ടിയോ 2 കുട്ടിയോ ഉള്ളൂ, മാതാപിതാക്കൾക്ക് അത് കൊടുക്കാനായിട്ട് പറ്റുന്നു. അല്ലെങ്കിൽ അപ്പൊ ഇത് കൊടുക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താണ്, കുട്ടി ചോദിക്കുമ്പോൾ അപ്പം കിട്ടും എന്നുള്ളതാണ്. നാളെ അത് കിട്ടിയില്ലെങ്കിൽ കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൽ പലതരത്തിലുള്ള ജയവും തോൽവിയും ഒരേ സമയം അവരറിഞ്ഞാണ് പഠിക്കേണ്ടത്. പക്ഷെ നമ്മളുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ഇപ്പൊ തോൽവി എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും ജയിക്കാണ്, ജയിച്ച് പോവാന്നാണ്. സത്യത്തിൽ ഇവര് ജയിക്കുകയാണോ അതോ തോൽക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഇവിടെ. പക്ഷെ ആ സിസ്റ്റം ഇപ്പൊ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്.
അത് കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ ഇമോഷന്റെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. തോൽവി എന്നത് ആത്യന്തികമായിട്ട് ഒന്നിന്റെയും തോൽവിയല്ല, അത് പലതും പഠിക്കാനും കൂടിയുള്ള ഒന്നാണത്. അപ്പൊ ആ രീതിയിൽ കൂടി അതിനെ കണ്ടാൽ മതി. പക്ഷെ എന്തോ നമ്മളുടെ സിസ്റ്റം ഈ പറഞ്ഞ പോലെ 100% വിജയം മാത്രമാണ് നമ്മൾ അത് കൊടുക്കാനായിട്ട് പോണത്. അപ്പൊ വിദ്യാഭ്യാസ സിസ്റ്റത്തിലുള്ള മാറ്റങ്ങളും ഇതിനകത്ത് ഒരു പ്രധാനമാണ്. അതോടൊപ്പം കുടുംബം അതെ, ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് അത് തന്നെയാണ് മാഷെ. ആദ്യം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം, പിന്നെ വിദ്യാലയങ്ങൾ തുടങ്ങണം, വിദ്യാഭ്യാസത്തിൽ മാറ്റം വരണം, അല്ലെ? നമ്മളുടെ കുട്ടികളെ ഒരു പളുങ്കുപാത്രം പോലെയാണ്, നമ്മളാണ് അവരെ, അതായത് പൊട്ടിപ്പോവാൻ എളുപ്പമാണ്, അല്ലെ? അത് നമ്മളാണ് അവരെ തിരുത്തേണ്ടത്.